പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. N4 നജയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പാലയ വിശേഷങ്ങളാണ്. കുറേ ദിവസമായിട്ട് കോട്ടയം ജില്ലയിലെ പാലയുടെ വിശേഷങ്ങളാണ്. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ പാലയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇന്നിപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ പ്രസ്സിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ പ്രസ്സിൽ പോകാൻ കുറച്ച് ബ്രോഷർ പ്രിൻ്റ് ചെയ്യാനുണ്ട്. അപ്പം അത് എൻ്റെ കയ്യിൽ ബൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലയിൽ ഇന്നിപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും വന്നൊക്കെ ഉണ്ട്. സകല സ്ഥലങ്ങളിലും ഫ്ലക്സൊക്കെ പൊന്തിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സടകുടഞ്ഞ് എണീറ്റ് പ്രകടനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സമ്മേളനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുകളുണ്ട്. അതോടെ റോട്ടിലൊക്കെ അത്യാവശ്യം ആൾക്കാരും ബസ് ബ്ലോക്ക്, ഓട്ടോ ബ്ലോക്കും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയാണ്. പാല എന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റി തന്നെയാണ്, സൈലൻ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം ബ്ലോക്കാണ്. കാരണം ഇവിടെ ഇപ്പോൾ പ്രകടനം കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അത്യാവശ്യം എല്ലാവരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും സജീവമായിട്ട് ഉണ്ട്. LDFും UDFും NDയും ഒക്കെ സജീവമായിട്ടുണ്ട്. പാലയിൽ ഒരുപാട് സ്കൂളും കോളേജിലൊക്കെ ഉണ്ട്. അതാണ് പാലേൻ്റെ പ്രത്യേകത. കണ്ടമാനം, അതുപോലെ മഠങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ് പാല. അപ്പോൾ ഞാനിങ്ങനെ പ്രസ്സിൻ്റെ അടുത്ത് എത്താനായി ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രസ്സിലെത്തിയിട്ടപ്പോൾ സെൻറ് തോമസ് പ്രസ്, അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്രസ്സിൻ്റെ അടിഭാഗമാണിത്. പ്രസ്സിലെത്തി. ഞാൻ അവിടുന്ന് ഒരു ബ്രോഷറൊക്കെ പ്രിൻ്റ് ചെയ്ത് വാങ്ങാനുണ്ട്. അപ്പോൾ ഇറങ്ങിപ്പോരുമ്പോൾ കണ്ട മനോഹരമായ ഒരു സ്ഥലമാണിത്. നമുക്ക് ഈ പൂജാമുറിക്കൊക്കെ പറ്റിയ സാധനങ്ങൾ. അപ്പോൾ ഇതൊരു സ്കൂളാണ്. അപ്പോൾ ഏതായാലും പാലയോട് തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ NDAയുടെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഷോൺ ജോർജാണ് ഇതിൻ്റെ സ്ഥാനാർത്ഥി NDAൻ്റെ. അപ്പോൾ അതിൽ പിന്നെ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു. ഭയങ്കര പ്രകടനം കാര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ തോരണങ്ങളാണ് ഈ കാണുന്നത്. അതിന് ഫ്ലക്സുകളും കാര്യമൊക്കെയാണ്. അപ്പോൾ ഗംഭീര പരിപാടിയാണ് ഇവിടെ. പാല മൊത്തം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു പൊതുവെ. പിന്നെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ മാണി സാറിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ആണ് ഇത്, ജോസ് കെ മാണി. അദ്ദേഹവും ശക്തമായ നിലയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ടീം കൂടി UDF ഉണ്ട്. പക്ഷെ അവരുടെ കണ്ടിട്ടില്ല ഞാൻ. അവരുടെ പ്രകടനങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ. വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇലക്ഷൻ സമയം ഉണ്ടല്ലോ. അപ്പം എല്ലാവരും ഉണ്ടാവും. ഏതായാലും ഇലക്ഷനാണ്, തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ എല്ലാവരും സജീവമായിട്ട് ഇറങ്ങട്ടെ. പക്ഷെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ എനിക്ക് മനസ്സിലായത്. രണ്ടും കട്ടയ്ക്ക് കെട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ലീഡിങ്ങിൽ ജോസ് കെ മാണി മുന്നിലാണ്, അതുപോലെ ഷോൺ ജോർജും മുന്നിലാണ് നല്ല പ്രചരണത്തിൻ്റെ കാര്യത്തിൽ. ഓക്കെ, വീണ്ടും വരാം.